ഹായ്, വെൽക്കം ടു സനാസ് മത്ബഖ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ഫിഷ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ചട്ടി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വഴന്നു വരുമ്പോൾ 2 പച്ചമുളക് കീറിയതും 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ 2 തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം, അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. തക്കാളി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉണക്കമാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാളംപുളിയോ അതല്ലെങ്കിൽ കുടംപുളിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. കുടംപുളി ആയിരിക്കും ഈ കറിക്ക് ഏറ്റവും നന്നായിട്ട് ടേസ്റ്റ് അറിയുക. ഇനി ഈ തക്കാളി വേവുന്നത് വരെ വെന്തുടയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. തക്കാളി നന്നായി ഇവിടെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അയില പോലുള്ള ദശക്കട്ടിയുള്ള മീനുകളാണ് ശരിക്കും നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ദശക്കട്ടിയുള്ള മീൻ എടുക്കാൻ ശ്രദ്ധിക്കുക. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അഥവാ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് വരുന്ന നേരം നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ചതാണ്. ഉപ്പ് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പും പുളിയും പാകത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഗ്രേവി കൂടുതൽ വേണം, അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം അത്രയും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ മീൻ ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടണം. വളരെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ വീഡിയോസ് കാണാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.